കേരള സർവകലാശാലയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ. സസ്പെൻഷനിലായ രജിസ്ട്രാർ KS അനിൽകുമാർ വൈകിട്ടോടെ സർവകലാശാലയിലെത്തി വീണ്ടും ചുമതലയേറ്റു. രാവിലെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇടത് അംഗങ്ങൾ ശ്രമിച്ചിരുന്നു. എന്നാൽ താൽക്കാലിക ചുമതലയുള്ള VC സിസ തോമസ് അജണ്ടയിൽ നിന്ന് വ്യതിചലിക്കുന്നതായി ചൂണ്ടിക്കാട്ടി യോഗം പിരിച്ചുവിടുകയായിരുന്നു. ഇതിനുശേഷം സസ്പെൻഷൻ പിൻവലിച്ചുവെന്നാണ് ഇടത് അംഗങ്ങളുടെ അവകാശവാദം. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, രാവിലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ തീർപ്പ് ഉണ്ടായതാണ്. വളരെ കൃത്യമായി സിസ തോമസ് പറയുകയുണ്ടായി, രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചിട്ടില്ല. കാരണം അത് കോടതിയിൽ നിൽക്കുന്ന കേസാണ്. കോടതിയാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ഇങ്ങനെ സിൻഡിക്കേറ്റിന് അങ്ങനെ സബ് ജുഡീസായി നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഇങ്ങനെ ഇടപെട്ട് തീരുമാനമെടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് വളരെ കൃത്യമായി സിസ തോമസ് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ യോഗം പിരിച്ചുവിടുന്ന അല്ലെങ്കിൽ ആ യോഗം അവസാനിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. വൈകിട്ട് വീണ്ടും വലിയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ? നീലിമ, അസാധാരണമായ നടപടിക്രമങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് അരങ്ങേറിയതെല്ലാം നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു. കാരണം രാവിലെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്ന സമയത്ത് ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചില അജണ്ടകൾ മുന്നോട്ട് വച്ചിരുന്നു. ആ അജണ്ടകൾക്കും അപ്പുറത്തേക്കാണ് ഇടത് അംഗങ്ങൾ ഒന്നടങ്കം ചില ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സസ്പെൻഷനിലായ രജിസ്ട്രാറെ തിരിച്ചെടുക്കണമെന്നുള്ള ഒരു പ്രമേയം കൂടി അവതരിപ്പിക്കാനുള്ള നീക്കം നടത്തിയത്. പക്ഷേ അത് അജണ്ടയ്ക്ക് പുറത്തുള്ള കാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു താൽക്കാലിക ചുമതലയുള്ള സർവകലാശാലയുടെ VCയുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് അത് അംഗീകരിക്കാതിരുന്നത്. അങ്ങനെ അജണ്ടയ്ക്ക് പുറത്തേക്ക് പോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ആ സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനുശേഷം പുറത്തേക്ക് വന്ന മാധ്യമങ്ങളെ കണ്ട VC ആകട്ടെ ഇതെല്ലാം ചൂണ്ടിക്കാട്ടുകയും ചർച്ച ചെയ്ത അജണ്ടകളുടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വൈകുന്നേരം 4:30 തന്നെ ആ സസ്പെൻഷൻ പിൻവലിച്ചുവെന്ന ഒരു ഉത്തരവിന്മേൽ അത് ഇന്നു ചേർന്ന സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തു എന്ന പശ്ചാത്തലം ചൂണ്ടിക്കാട്ടിയാണ് സസ്പെൻഷനിലായ ഡോക്ടർ അനിൽകുമാർ രജിസ്ട്രാർ വീണ്ടും എത്തുകയും സർവകലാശാല ആസ്ഥാനത്തെത്തുകയും ചുമതല ഏറ്റെടുക്കുകയും ചെയ്തത്. അങ്ങനെ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹം ഇപ്പോൾ രജിസ്ട്രാറിന്റെ കസേരയിൽ ഇരിക്കുകയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ആദ്യഘട്ടം മുതൽ ചില ഗവർണർ നോമിനികളായിട്ടുള്ള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളും അതുപോലെ തന്നെ VCയും എല്ലാം ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതിയുടെ ബെഞ്ചിലിരിക്കുന്ന ഒരു ഹർജിയിൽ മേൽ എങ്ങനെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിന് തീരുമാനമെടുക്കാൻ കഴിയുക എന്ന ഒരു സുപ്രധാനമായ കാര്യമായിരുന്നു VCയുടെ ചാർജുള്ള സിസ തോമസ് അടക്കം ചൂണ്ടിക്കാട്ടിയത്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, കോടതി പരിഗണിക്കുന്ന ഒരു കേസ്, ആ കേസിന്മേൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കാൻ പറ്റുക എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ തീർപ്പെടുക്കാൻ കഴിയില്ല എന്ന് പോലും സാങ്കേതികമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിന് ഇടയിലാണ്, അല്ലെങ്കിൽ കോടതിയെ പോലും വിലവയ്ക്കാത്ത തരത്തിലാണ് ഇപ്പോൾ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിൻബലത്തിൽ കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി സസ്പെൻഷൻ ഏറ്റുവാങ്ങിയ ഡോക്ടർ അനിൽകുമാർ വീണ്ടും ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരള സർവകലാശാലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് അഖിൽ പാലോട്ട് മഠം നൽകിയത്.